ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നല്ല ബലൂൺ പോലെ പൊങ്ങി വന്നിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചപ്പാത്തിയുടെ വീഡിയോ ഇടുമോയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കറി പോലും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 3 കപ്പ് എന്ന് വെച്ചാൽ 3/4 കിലോ അളവോളം വരുന്നുണ്ട്. ഇതിപ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ എടുക്കുന്നത്. അത് നിങ്ങളുടെ വീട്ടിൽ ഏത് അളവ് പാത്രമാണോ ഉള്ളത് ആ ഒരു പാത്രത്തിൻ്റെ അളവിന് അനുസരിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ആദ്യം തന്നെ കുറേ ഇടാതെ കുറച്ച് മാത്രം ഇട്ടിട്ട് വേണം കേട്ടോ നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാൻ. ഇനി ഒരു 1/4 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇളം ചൂടുള്ള പാലാണ് കേട്ടോ, അത് തന്നെ ചേർക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ഒരു 3/4 കിലോ അളവായതുകൊണ്ടാണ് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇളം ചൂടുള്ള 1 കപ്പ് വെള്ളം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ചേർക്കുന്ന ടൈമിൽ നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ നല്ല ഒരു സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് 2-3 ദിവസം വെച്ചാലും ആ ഒരു സോഫ്റ്റ്നെസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാറ്ററിംഗുകാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് എത്ര ദിവസം വേണമെങ്കിലും നിൽക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ എനിക്ക് ടോട്ടലായിട്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സ്മൂത്തി ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ കൂടി വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കറക്റ്റ് വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 1 കപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1/4 കപ്പ് അളവിൽ പാല് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അത് നമുക്കൊരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുഴച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി നല്ല ബലൂൺ പോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്രത്തോളം നല്ല സ്മൂത്തി ആക്കിയിട്ട് എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചപ്പാത്തിക്ക്. നമ്മുടെ പിറ്റേന്ന് വെച്ചാലും ആ ഒരു ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് ഒന്നും പോവോ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കുക. നമ്മൾ നേരത്തെ മാവ് കുഴച്ച ആ ബൗൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഒലീവ് ഓയിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ അധികം ഉണ്ടാവാറ് ഇല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവറിൻ്റെ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഒലീവ് ഓയിലാകുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചപ്പാത്തിക്ക്. അപ്പം 1 ടേബിൾ സ്പൂൺ അളവിൽ ഒലീവ് ഓയിൽ ഞാനിതാ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു നമുക്ക് ഒരു 10-15 മിനിറ്റ് സമയം മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും കുറച്ചുകൂടി നല്ലതായിട്ട് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഈ ഒരു എണ്ണയിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതാ കയ്യിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ബൗളാക്കി എടുക്കൂലേ, അപ്പോൾ ആ ഒരു ഇതിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വലിപ്പത്തിന് അനുസരിച്ചിട്ട് വണ്ണം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യട്ടെ. ഞാൻ കുറച്ച് വലിയ ചപ്പാത്തി ആക്കിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വലിപ്പത്തിലുള്ള ബൗൾസ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെറിയ ബൗൾസ് ആക്കിയിട്ട് എടുത്തു കൊടുത്താലും മതി. അപ്പോൾ ഒരു 3/4 കിലോ അളവിന് മൈദപ്പൊടിക്ക് ആട്ടപ്പൊടിക്ക് നമുക്ക് ഒരു 10-20ഓളം ചപ്പാത്തി ഇവിടെ റെഡിയാക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പം വലിയ ബൗൾസ് ആകുമ്പോൾ നമുക്കൊരു 10-15 എണ്ണം മാത്രമേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനിയിപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ബൗൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഇതേപോലെ ഒന്ന് ബൗൾസ് ആക്കി കൊടുക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ബൗൾസ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജോലിയൊക്കെ വളരെ എളുപ്പമല്ലേ.
ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ഏത് പൊടിയായാലും നമുക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. നല്ല റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് തന്നെ പരത്തിയെടുക്കാം. നിങ്ങൾ പരത്തുന്ന ടൈമിൽ നിങ്ങൾക്ക് നന്ന റൗണ്ടായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരു മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിതാ കുറച്ചധികം തന്നെ പൊടി ചേർത്തിട്ടാണ് ഇതൊന്ന് പരത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൊടി ഇടാൻ ഭയങ്കര മടിയാണെങ്കിൽ ഓയിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ പരത്തി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. കണ്ടില്ലേ, ഇത് നമുക്ക് പരത്തുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകുന്നുണ്ട്. അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് ഒരു ചപ്പാത്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ചപ്പാത്തി തന്നെയാണ്. അപ്പോൾ അതും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ മുഴുവൻ ചപ്പാത്തി ഞാൻ ഇതേ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതാ ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തിട്ടും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരേ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എന്നെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാനും കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ചധികം പൊടി എടുത്തിട്ട് വേണം ഇതൊന്ന് പരത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം തന്നെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഇനിയിപ്പോൾ ചപ്പാത്തി ഹാഡായി പോയിന്നൊന്നും ആരും കുറ്റം പറയുന്നില്ല. ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയാൽ മതി. പിന്നീട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചപ്പാത്തി നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് നന്നായിട്ട് അമർത്തി പ്രസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നിന്ന് വിട്ട് വരും കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ ഒന്ന് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല വട്ടത്തിൽ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തി എടുത്തിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. അപ്പം ആ ഒരു സോഫ്റ്റ്നെസ് എന്തായാലും നമ്മുടെ ചപ്പാത്തിക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാന് നന്നായിട്ട് ചൂടാകുന്ന ടൈമിലേക്ക് ഞാനിതാ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് മറ്റൊരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു പറിച്ചു ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരികയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കൂടിയാണ്. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് മുഴുവൻ ചപ്പാത്തിയും ചുട്ടെടുക്കാം. നമ്മുടെ ഹൈ ഫ്ലെയിമിൽ ആദ്യം വെക്കുക, പിന്നീട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ചുട്ടെടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ചപ്പാത്തി ചൂടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. ബിഗിനേഴ്സിന് പോലും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ചപ്പാത്തിയുടെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.